11 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം അത് രുചി സൂചിപ്പിച്ചതുപോലെ അതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ളത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിജയാഘോഷ പരിപാടിയാണ് വലിയ തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ആ പരിപാടികൾ അവസാനിക്കുന്ന ആ ഒരു സമയമാണ്. ഇനി അവിടെ തടിച്ചുകൂടിയ ആളുകൾ തിരിച്ച് പോകുന്ന സമയം. അതുപോലെ തന്നെ ഇരുട്ടാകുന്നു, രാത്രിയാകുന്നു, സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. 11 പേരുടെ ജീവൻ നഷ്ടമായി, നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെയൊക്കെ ആശുപത്രികളിൽ എത്തിക്കുക എന്നുള്ളതും ഏറെ ശ്രമകരമാണ്. എന്തായാലും പോലീസ് അനുമതി ആദ്യം നിഷേധിച്ച പരിപാടിയാണ് പിന്നീട് നടത്തുകയും വലിയ ദുരന്തമായി മാറുകയും ചെയ്തത് എന്നുള്ളതാണ് അവിടെ. പക്ഷേ പരിപാടികൾ തുടരേണ്ട സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പരിപാടികൾ തുടരുകയും ചെയ്തിട്ടുണ്ട്. രുചീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. രാത്രിയാകുന്നു, അതുപോലെ തന്നെ ഈ ഇത്രയും തടിച്ചുകൂടിയ ആളുകളെല്ലാം തിരികെ മടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഇനിയുള്ള ക്രമീകരണങ്ങൾ എത്രമാത്രം സുരക്ഷിതമായി ചെയ്യാമോ അത്രമാത്രം സുരക്ഷിതമായി ചെയ്യുക എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നടപടികൾ ഏത് രീതിയിലായിരിക്കും? ഇപ്പോഴും ആരാധകരിൽ വലിയൊരു ഭാഗവും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇപ്പോഴും വലിയ ആഘോഷത്തോടെ ആ സ്റ്റേഡിയത്തിന് പുറത്ത് അങ്ങനെ ആൾക്കൂട്ടം വലിയ ആഘോഷത്തോടെ ഇപ്പോഴും നിൽക്കുന്നത് കാണാം. കാരണം ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി ഇപ്പോഴും ആരാധകരിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പുറത്തേക്ക് വന്ന ഈ വാർത്തകളൊന്നും ആ ആഘോഷത്തിനിടയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. BJP നേതാക്കൾ ഈ ഒരു അവസരത്തിൽ നേരത്തെ ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര അത് വലിയ തരത്തിൽ സർക്കാരിനെതിരെ വിമർശനമായി ഉന്നയിക്കുകയാണ്. BJP നേതാക്കളെല്ലാം തന്നെ ഇത് സർക്കാർ വരുത്തിവെച്ച ഒരു സാഹചര്യം എന്ന തരത്തിൽ വിമർശനവുമായി എത്തുന്നുണ്ട്. കോൺഗ്രസ് സർക്കാരിന് അത് വലിയ തിരിച്ചടി തന്നെയാകും. കാരണം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് സർക്കാരിന് അത് മറുപടി പറയേണ്ടിയും വരും. നമുക്കറിയാം DK ശിവകുമാർ നേരത്തെ വലിയ തരത്തിൽ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ വിക്ടറി പരേഡിൻ്റെ ഭാഗമായുള്ള പരിപാടിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ആഘോഷ പരിപാടിയിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തുകയും നേരെ ക്യാപ്റ്റന് അതോടൊപ്പം വിരാട് കോഹ്ലിക്ക് പതാക കൈമാറിക്കൊണ്ട് ഈ ആഘോഷത്തിലേക്ക് തുടങ്ങി. അവരെ അങ്ങനെയാണ് സ്വീകരിച്ചത്. അതിനുശേഷം ആ പതാകയുമായി അദ്ദേഹം വാഹനത്തിൽ തിരിച്ച് വിധാനസൗധയിലേക്ക് എത്തി. അവിടെ ചാമ്പ്യന്മാർക്കുള്ള ഈ കട്ടൗട്ട് ഉള്ള സ്റ്റേജിലേക്ക് അദ്ദേഹം എത്തി. അവിടെ ഒരു ഫോട്ടോഷൂട്ടിന് അദ്ദേഹം നിൽക്കുകയും ചെയ്തു. അതാണ് BJP വിമർശനത്തിൽ ഇതൊരു ഫോട്ടോഷൂട്ടിനുള്ള ഒരു അവസരമാക്കി മാറ്റിയെന്ന്, അതാണ് ഈ ദുരന്തത്തിലേക്ക് പോകാൻ കാരണമെന്ന തരത്തിൽ BJP വിമർശിക്കുന്നത്. അവിടെ ഈ ഫോട്ടോഷൂട്ടും ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ആഘോഷം കഴിഞ്ഞ് ആ വിധാനസൗധയിലെ ആഘോഷത്തിന് ശേഷം സ്റ്റേഡിയത്തിലേക്ക് ആഘോഷ പരിപാടി മാറ്റുന്നതിനിടയിലാണ് ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു സർക്കാരിൻ്റെ ആഘോഷം എന്ന തരത്തിലേക്ക് മാറ്റി അത് ആ തരത്തിലേക്ക് ഉൾക്കൊണ്ട് അത് ചെയ്ത സർക്കാരിന് എന്തായാലും വലിയ തരത്തിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം DK ശിവകുമാർ നേരിട്ട് തന്നെ ഈ മുന്നിൽ നിന്ന് ഈ പരിപാടി ആസൂത്രണം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഉണ്ടായ ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ഈ പരിപാടി ഈ തരത്തിൽ സംഘടിപ്പിക്കുന്നതിൽ എന്തായാലും ഉപമുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ മറുപടി പറയേണ്ടി വരും. ആ തരത്തിലേക്ക് കർണാടകയിലെ പ്രതിപക്ഷം എന്തായാലും വലിയ തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. അതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. ആശുപത്രിയിലും എത്തി ഈ BJP നേതാക്കളും മറ്റ് രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ. ഇപ്പം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അവിടെ എത്തിയിട്ടുണ്ട്. BJP നേതാവ് യെദ്യൂരപ്പ അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രി കേന്ദ്രീകരിച്ച് ഈ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് അവരോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ആ പരിക്കേറ്റവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് സർക്കാരിന് DK ശിവകുമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്.